ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വിഷു ദിവസത്തെ കുറച്ച് വിശേഷങ്ങളും യാത്രകളൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ ഞാൻ പങ്കുവെക്കാൻ പോകുന്നത്. രാവിലെ തന്നെ ഞങ്ങൾ കുളിച്ച് അമ്പലത്തിൽ പോയി. ഞാനും അമ്മയും മോളും മാത്രമേ ഇന്ന് അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. തലേന്ന്, അതായത് മേടം 1-ാം തീയതിയാണ് ഞങ്ങളെല്ലാവരും കൂടി അമ്പലത്തിൽ പോയി തൊഴുത് വന്നത്. അതുകൊണ്ട് തന്നെ വിഷുവിൻ്റെ അന്ന് ഞാനും മോളും മമ്മിയും മാത്രം അമ്പലത്തിൽ പോയി വന്ന് വീട്ടിൽ അധികം പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ തലേന്ന് വിഷു കഴിച്ചതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും വിഷുവിൻ്റെ അന്ന് വീട്ടിലുണ്ടായിരുന്നില്ല. പിന്നെ അടുത്ത മാമാരുടെയും ബാക്കിയുള്ളവരുടെയും എല്ലാവരുടെയും വീട്ടിൽ പോയി ഒന്ന് മുഖം കാണിച്ച് ഉച്ചയായപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയി. എൻ്റെ വീട്ടിൽ വെച്ചായിരുന്നു ഇപ്രാവശ്യത്തെ വിഷു. അതായത് അച്ചമ്മയ്ക്ക് വയ്യാതെ കിടക്കുന്നത് കൊണ്ട് തന്നെ എല്ലാവരും വീട്ടിൽ വെച്ച് ആഘോഷിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ എല്ലാവരും, ചേച്ചിയും ഏട്ടനും എല്ലാവരും എന്നെക്കാൾ മുമ്പ് നേരത്തെ ഹാജരായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണം എല്ലാം കഴിച്ചു. പടക്കമൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ വീട്ടിൽ നിന്ന് പടക്കമെല്ലാം പൊട്ടിച്ച് കഴിഞ്ഞ് ഒരു വൈകുന്നേരം ആയപ്പോൾ മാളുവിൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അതായത് എൻ്റെ അനിയത്തീൻ്റെ വീട്. അതെവിടെയാണെന്ന് വെച്ചാൽ കുറുമ്പാലക്കോട്ട മലയിലാണ്. അതൊരു ടൂറിസ്റ്റ് പ്ലേസ് തന്നെയായിരുന്നു. അതായത് കുറുമ്പാലക്കോട്ട ഹിൽ പ്ലേസ് എന്ന് പറഞ്ഞാൽ ഫേമസ് ആണ്. അങ്ങനെ ഞങ്ങൾ ആ ടൂറിസ്റ്റ് പ്ലേസിലേക്ക് പോയി. അപ്പോൾ രണ്ടുണ്ട് കാര്യം. മാളുവിൻ്റെ വീട്ടിലേക്ക് വിഷു ആഘോഷിക്കാനും പോവാം, അത് കഴിഞ്ഞാൽ സൺറൈസ് കാണാനും പോവാം. അങ്ങനെ സൺറൈസ് കാണാനുള്ള മോഹവുമായിട്ട് ഞങ്ങൾ പോകുന്നത് 6 മണിക്കാണ്. ഞങ്ങളുടെ വിചാരം എന്താ, സൂര്യൻ അവിടെ ഞങ്ങളെയും കാത്തു നിൽക്കുന്നല്ലേ. പക്ഷെ എന്ത് ചെയ്യാം, ഞങ്ങൾ ഇവിടുന്ന് 6 മണിക്ക് ഇറങ്ങി സൺറൈസ് കാണാൻ ഇറങ്ങി. പിന്നെ ഇതിലെ ബൈക്കും ജീപ്പും മാത്രമേ പോകാറുള്ളൂ. കാറും അങ്ങനത്തെ വണ്ടികളൊന്നും പോകാറില്ല. പിന്നെ ഞങ്ങളിതേ പാർക്കിങ്ങിൽ ഇറങ്ങി. ഇതിൻ്റെ മുകളിലോട്ട് ജീപ്പും പോകില്ല കേട്ടോ, ഇവിടെ വരെ ജീപ്പ് പോവുള്ളൂ. പിന്നെ ഞങ്ങൾ നേരെ പോയത് മാളുവിൻ്റെ വീട്ടിലേക്കാണ്. ആ പാർക്കിങ്ങിൽ തൊട്ടടുത്ത് തന്നെയായിരുന്നു മാളുവിൻ്റെ വീട്. അവിടെ ഇതേ വഴിയിൽ 2 സൈഡിലുമായിട്ട് പൂക്കളും പച്ചക്കറികളും ഒക്കെ നട്ടിട്ടുണ്ടായിരുന്നു. ഇതാണ് മാളുവിൻ്റെ കെട്ടിയ. മാളു ആണെങ്കിൽ എൻ്റെ മോളെ എടുത്തിട്ട് ഞങ്ങളെയും കാത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ വന്ന ശബ്ദം കേട്ടപ്പോഴത്തേക്ക് അവിടുത്തെ പട്ടിക്കുട്ടി വന്നു. പിന്നെ കുഞ്ഞൂസ് അതിനെ വിരട്ടി ഓടിക്കലായി, ഒരു വകയായി. പിന്നെ എല്ലാവരും വന്നു. പെണ്ണുങ്ങളൊക്കെ ആദ്യം വന്നാൽ സ്വാഭാവികമായിട്ടും അടുക്കളയിലേക്കാണല്ലോ പോവുക. പിന്നെ അവരുടെ വർത്തമാനങ്ങൾ ഫുള്ള് അടുക്കളയിലായിരിക്കും. അങ്ങനെ ഞങ്ങളെല്ലാവരും നേരെ അടുക്കളയിലേക്ക് പോയി. എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കിട്ടുമോയെന്നൊക്കെ നോക്കണമല്ലോ. ലേഡീസൊക്കെ അകത്ത് നിന്ന് വർത്തമാനം പറയുമ്പോഴത്തേക്കും ജെൻസ് എല്ലാവരും കൂടി പുറത്ത് മുറ്റത്ത് കൂടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ എൻ്റെ കെട്ടിയവനും അവളുടെ കെട്ടിയവനും എല്ലാവരുമായിട്ട് വർത്തമാനം പറഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇതേ പട്ടിക്കൂടിൻ്റെ അടുത്തായിരുന്നു ബാക്കിയുള്ളവർ. ഞങ്ങൾക്ക് പോയപ്പോൾ തന്നെ വിഷു അട തന്നിട്ടുണ്ടായിരുന്നു. അതായത് ഈ മധുരത്തിൽ അടയുണ്ടാക്കൂലേ, സാധാരണ അട തന്നെ, അതാണ് ഇവിടുത്തെ വിഷു അട. പിന്നെ ഞങ്ങൾ നേരെ മല കയറാനാണ് പോകുന്നത്. അപ്പോഴത്തെ കുറച്ച് കോപ്രായങ്ങളാണ് ഇതെൻ്റെ. മാളും വന്നിട്ടുണ്ടായിരുന്നു. മാളുവിൻ്റെ കെട്ടിയവനും എൻ്റെ മോളും അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ബാക്കി എല്ലാവരും മേലേക്ക് പോയി, അതായത് മല കയറാൻ പോയി. പിന്നെ ഞങ്ങളും അവരുടെ പുറകെ വെച്ച് പിടിച്ചു മലയിലേക്ക്. എന്ത് വ്യൂ ആണെന്നോ എൻ്റെ പൊന്നേ, അടിപൊളി. നമുക്ക് താഴെയുള്ള എല്ലാ പ്രദേശവും ഒരൊറ്റ കണ്ണിൽ കാണാം. അങ്ങനെയായിരുന്നു. ഇന്ന് നല്ല തണുത്ത കാറ്റും ഉണ്ടായിരുന്നു കേട്ടോ. താഴത്തേക്കൊക്കെ നല്ല ചൂടാണെങ്കിൽ, പക്ഷെ ഇങ്ങോട്ടേക്ക് നല്ലൊരു തണുത്ത കാറ്റടിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ പോയത് 6 മണി കഴിഞ്ഞിട്ടായതുകൊണ്ട് തന്നെ സൂര്യൻ ചേട്ടൻ്റെ പാട്ടിന് പോയി. എന്തായാലും ഇവിടെ വരെ എത്തി. പിന്നെ കുന്ന് കയറി ഇവിടം വരെ വന്നതല്ലേ, അപ്പോൾ പിന്നെ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് കരുതി. അങ്ങനെ ഞങ്ങളെല്ലാവരും നടക്കൽ പാറക്കെട്ടുകൾക്കിടയിലും ഈ പുല്ലിൻ്റെ ഇടയിലും എല്ലാത്തിൻ്റെ ഇടയിൽ കൂടിയാണ് ബാക്കിയുള്ള യാത്ര. ഇത് കണ്ടില്ലേ താഴത്തേക്ക് എന്തൊരു ഭംഗിയാണെന്ന്. അങ്ങനെ ഞാൻ എൻ്റെ മോളെ എടുത്തുകൊണ്ടാണ് ഈ മല കയറുന്നത്. മോനെ എന്താക്കി, ഏട്ടൻ്റെ കൂടെ താഴെ നിർത്തി. അവർ വന്നതുമില്ല. ഞങ്ങൾക്ക് പിന്നെ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട്, കുഴപ്പങ്ങൾ അങ്ങനെയൊന്നുമല്ല കേട്ടോ, ഞങ്ങൾക്ക് എവിടെ ചാടി കയറി പോകാൻ പറ്റില്ല അവിടെ പോകുന്നത് കൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും കൂടി ഒറ്റച്ചാട്ടത്തിന് മേലെ എത്തി. പറയാൻ ഭയങ്കര എളുപ്പമാണെങ്കിലും ഈ മല കയറി പോകുന്നത് അത്യാവശ്യം കഠിനം തന്നെയാണ് കേട്ടോ. ഞങ്ങൾ ഇടയ്ക്ക് ഇവിടെ വരാറുണ്ടായിരുന്നു. അതായത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അച്ഛനിവിടെ കച്ചവടം ഉണ്ടായിരുന്നു.
അതായത് ഈ ചായ കാപ്പി ഓംപ്ലേറ്റ് ആ പരിപാടി. അതിനുശേഷം പിന്നെ അപ്പോൾ ഒരുപാട് വർഷം ആയി അത് നിർത്തിയിട്ട്. ഇപ്പം അങ്ങനെ കച്ചവടം പരിപാടികളൊന്നുമില്ല. അതും ഇവിടെയല്ല കേട്ടോ. പിന്നെ നമ്മളെ വീടൊക്കെ കാണിച്ചു തരുമായിരുന്നു അവൻ. നമുക്ക് ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ വീടൊക്കെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ കാണാം. കയറി വരുന്ന വഴിക്ക് മാളൂൻ്റെ ചെക്കൻ കുറച്ച് കണിക്കൊന്ന പറിച്ചിട്ടുണ്ടായിരുന്നു. അത് മലേൻ്റെ മണ്ടയ്ക്ക് ആയതുകൊണ്ട് ആർക്കും കിട്ടാത്ത കണിക്കൊന്നയായിരുന്നു അത്. അങ്ങനെ അവൾ കുറച്ച് കണിക്കൊന്നയൊക്കെ പറിച്ച് ബാക്കി എല്ലാവരും ഫോട്ടോ എടുപ്പും വീഡിയോ എടുപ്പും അതിൻ്റെയൊക്കെ തിരക്കായിരുന്നു. ഇത് നമ്മൾ സൂര്യൻ അസ്തമിക്കുന്ന ഭാഗമാണ്. അതായത് ഉദിക്കുന്ന ഭാഗം വേറെയുണ്ട്. അത് ഈ മലയുടെ അങ്ങേ അറ്റാണ്. അപ്പോൾ അമ്മ ഓരോന്നും കാണിച്ചു തരുമായിരുന്നു. നമ്മളുടെ വീടും പരിസരവും ഒക്കെ ഇങ്ങനെ ഓരോരുത്തർ കാണിച്ചു തരും. അമ്മയ്ക്ക് ഈ കുറുമ്പാലക്കോട്ട മലയുടെ ഒരു സെൻട്രലായിട്ട് ഒരു അംഗൻവാടി ഉണ്ട്. അംഗൻവാടിയിലാണ് ജോലി ചെയ്യുന്നത്. അതിന് തൊട്ട് മേലെയാണ് മാളുവിൻ്റെ ഹസ്ബൻഡ് വീട്. അതായത് മാളുവിന് കെട്ടിച്ച വീട്. ഏറ്റവും താഴെയാണ് അച്ഛൻ പണിയെടുക്കുന്ന സ്ഥലവും. അപ്പോൾ ഈ മലയെ ചുറ്റിപ്പറ്റിയാണ് ഞങ്ങളെല്ലാവരും എന്ന് പറയാം. പിന്നെ ഇവിടെ ഇതിനു മുമ്പ് അത്യാവശ്യം നല്ല എന്താ പറയുക പൂക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇപ്പം അതൊന്നും കാണാനില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഒരുപാട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തപ്പോഴത്തേക്കും ലൈറ്റ് മങ്ങി ഇരുടായി. പിന്നെ ഞങ്ങൾ രാത്രിയാണ് ഇവിടുന്ന് വീട്ടിലേക്ക് പോകുന്നത്. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം കഴിയാൻ പോവുകയാണ്. എത്ര പെട്ടെന്ന് ഒരു ദിവസം കഴിഞ്ഞ്. ഇത് വിഷു ആണ്. വിഷു എത്രയോ പെട്ടെന്ന് തീർന്ന പോലെ തോന്നി ഞങ്ങൾക്ക്. അതായത് രാവിലെ എണീച്ച് അമ്പലത്തിൽ പോയത് തൊട്ട് മാമാരെയൊക്കെ വീട്ടിലൊക്കെ പോയി ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നെ എൻ്റെ വീട്ടിൽ വന്നു ഭക്ഷണം കഴിച്ചു. പിന്നെ എന്താ പറയുക, നമ്മൾ എല്ലാവരും കൂടി ആയതുകൊണ്ട് തന്നെ അടിപൊളിയായിരുന്നു. പിന്നെ പോകുന്ന വഴിക്ക് കാണുന്ന കാഴ്ചയാണിത്. മലയിൽ നിന്ന് കണ്ടോ ആകാശത്തേക്ക് വന്ന് പൊട്ടുന്ന പടക്കം എല്ലാം കൂടി ഉണ്ടായിരുന്നേ. അപ്പോൾ നമ്മളിങ്ങനെ ഇറങ്ങി പോകുന്ന വഴിക്ക് അത് നമ്മളുടെ അടുത്തായിട്ട് പൊട്ടുന്ന പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഈ യാത്ര എത്തി അവസാനിച്ചതിന് ശേഷം മക്കളെല്ലാവരും കൂടി കമ്പിത്തിരിയും പൂത്തിരിയും മത്താപ്പും എല്ലാം കൂടി കത്തിച്ച് കളിക്കരുത്. എൻ്റെ മോനൊന്നും ഒരു പേടിയില്ല. അവനൊക്കെ പൂത്തിരി കത്തിച്ച് കളിക്കുന്നത് കാണണം. പിന്നെ അങ്ങനെ ഓരോ പടക്കം പൊട്ടിച്ചു. അങ്ങനെ ഞങ്ങളുടേതായ രീതിയിൽ ഞങ്ങൾ വിഷു ആഘോഷിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഇക്കൊല്ലത്തെ വിഷുവും ഇവിടെ കഴിഞ്ഞു. നമുക്ക് പിന്നെ എന്നും വിഷു തന്നെയാണ്. പക്ഷെ എന്നാലും എല്ലാവരും കൂടി എന്താ പറയുക ഒത്തൊരുമയിൽ ഒന്നിച്ച് ആഘോഷിച്ച് ആർത്തുല്ലസിച്ച് അങ്ങനെ ഒരു വിഷുക്കാലം കൂടി കഴിഞ്ഞു പോയി. ഇനി അടുത്ത വിഷുക്കാലം എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ മക്കളെല്ലാവരും കൂടി നല്ല അടിച്ച് ആഘോഷിക്കുകയാണ്. ഇനിയിപ്പോൾ ഞങ്ങൾക്കും ഉണ്ട് കുറച്ച് ആഘോഷങ്ങളൊക്കെ. അതായത് ഞങ്ങൾക്കും പടക്കം പൊട്ടിക്കണ്ടേ. അപ്പോൾ പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്കെല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് വല്ല എതിർപ്പോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. പിന്നെ അഭി കത്തിക്കുന്ന ഈ സാധനം എന്താണെന്ന് ചോദിച്ചാൽ ആർക്കും ഒരു പിടുത്തവും ഇല്ല. എന്തോ എവിടുന്നോ പൊട്ടി, അത് മാത്രം ഓർമ്മയുണ്ട്. അപ്പോൾ പിന്നെ പറഞ്ഞത് മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ ബൈ.